നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോണേ. പിള്ളേർക്ക് സ്കൂള് തുറന്ന് KV-ലായതുകൊണ്ട് അവർക്ക് 28-ാം തീയതി തുറന്നു. അതുകൊണ്ട് പോകണേ. ഇപ്പൊ ഒടുക്കത്തെ മഴ, നല്ല ബ്ലോക്ക്. മഴ ആയതുകൊണ്ട് കാർ എടുക്കാണ്ട് നിർത്തിയില്ല, സ്കൂൾ വണ്ടിയും കിട്ടിയില്ല അവർക്ക്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നല്ല ബ്ലോക്കും കണ്ടോ, അത് നോക്കേ. സൗത്ത് പാലമാണ്, പള്ളിമുക്കിന്റെ അടുത്ത് സൗത്ത് പാലമാണ്. ഇറങ്ങി ഒരു 5 മിനിറ്റ്. കടവന്ത്ര KV-ലാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് വീഡിയോസൊക്കെ ഇനിയും പണിയാണ്. ക്ലാസ് തുടങ്ങിയതുകൊണ്ട് പിള്ളേരുടെ ചാനലാണ്, പിള്ളേരാണ് തുടങ്ങിയത്. അപ്പൊ ഞാനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്. നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത് പറഞ്ഞ ഒരു പഠിത്തം കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ശോകമായിരിക്കും. മാക്സിമം ഞങ്ങൾ ശ്രമിക്കും പഠിത്തം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ്. മഴ ആയതുകൊണ്ട് പിള്ളേരെ വിട്ടിട്ടുണ്ട്. ഇതെന്താന്നറിയാമോ, പിള്ളേരെ വീട്ടിൽ നമ്മ ആ കറക്റ്റ് ടൈം ചെന്നില്ലെങ്കിലേ മഴയൊക്കെയാണ്. ഇവന്മാര് കിടന്നിട്ട് ഓടിയാൻ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി വീഴും. അപ്പൊ അതുകൊണ്ട് നമ്മ നേരത്തെ പോയി വിളിക്കണം, നല്ലതാ. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവന്മാര് ചെറുതുങ്ങളല്ലേ, ഇവന്മാർ ഓടി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, പിന്നെ നമുക്ക് പണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണി കിട്ടും. അവന്റെ കൂട്ടുകാരനാണ്, ബസുവിന്റെ കൂട്ടുകാരനാണ് അനൈ. കണ്ട നല്ല ബ്ലോക്കാ ഇവിടെ. അടുത്തും കാറ് ഒന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ. ഈ ചേട്ടന് എന്തേ കാണിക്കണം. പിന്നെ വണ്ടി ഓടിക്കുമ്പോ നല്ല ഒരു മര്യാദയാണ് നമ്മുടെ എറണാകുളത്ത് വരിക. സൈഡിൽ കൂടെ പോകും, ആയിരിക്കും പോകാൻ വേണ്ട. വെറൈറ്റി അല്ലേ. പിന്നെ പിള്ളേരുണ്ട്, നോക്കി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കാണിയാ. വളരെ ശ്രദ്ധാപൂർവ്വം എന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. വൈഫ് വന്നിട്ടുണ്ട്, വൈഫിനെ കൊണ്ട് ഓടിപ്പിക്കാം. ഒന്ന് വിളിച്ചോണ്ട് വരുമോ? ഇങ്ങനെ വരുന്നുണ്ട്, പോയ പോലെ അല്ല, എന്നാലും കുഴപ്പമില്ല, ഹാപ്പിയൊക്കെയാണ്. അതോട് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നേ? ആണോ? മഴയൊക്കെ പെയ്താ? പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയാ? ഭയങ്കര വിഷമമൊക്കെ ഉണ്ടല്ലോ മുഖത്ത്. ഒരു ഐസ്ക്രീം ഒക്കെ അടിച്ചാലാ? ഐസ്ക്രീം വേണോ മറ്റേ ഇത് വേണോ? നമ്മുടെ എന്താടാ മറ്റേ പനമ്പളെന്താറിൽ കിട്ടുന്നേ? മമ്മൂസ്. അത് വേണോ? ഐസ്ക്രീം വേണോ? ഓ, അങ്ങനെ ഐസ്ക്രീം മേടിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് മാത്രമേ മേടിച്ചു തരുള്ളൂ, എപ്പോഴും മേടിച്ചു തരുമല്ലോ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മ ഓടിച്ച് മമ്മൂസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂസ് ഉണ്ടാന്നറിയാൻ പോലെ. ദൈവമേ, മമ്മൂസ് ഓപ്പൺ ആടാ, അടിപൊളി. അങ്ങനെ പിന്നെ പിള്ളേർക്ക് മമ്മൂസ് മേടിച്ചു കൊടുത്തിട്ട് ആരോട് മമ്മൂസൊക്കെ മേടിച്ചിട്ട് നല്ലപോലെ പഠിക്കണം കേട്ടാ. അടിച്ചോളാമേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും വേണ്ട, എന്നോട് പറഞ്ഞേക്കുന്നത് മമ്മൂസ് മേടിച്ചതാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? എനിക്ക് അച്ചക്ക് പറഞ്ഞത് നോക്കട്ടെ, ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ, നല്ലതാണോ നോക്കട്ടെ. ഇതെടുക്കാം അല്ലേ? കൊള്ളാല്ല. എന്ത് സാധനം ഇത്? ഇതെന്താ ഇത്? സവാള വിളിക്കാനല്ല. പിന്നെ എന്താ പറഞ്ഞ? മമ്മൂസ്. കൊള്ളാം. നോക്കട്ടെ. വെറുതെ അല്ല നേക്ക്. കൊള്ളാടോ, നല്ല സാധനം. മമ്മൂസും വെറുതെ അല്ല. ഈ കടയിൽ ഭയങ്കര തിരക്ക്. ഞാൻ എപ്പോഴും വന്ന് നോക്കുമ്പോ ഇതിലൂടെ തിരക്കുണ്ടാവും. നീക്ക് ഇടക്കൊന്ന് കഴിക്കാറുണ്ടോ ഈ അമ്മേനടക്കം? സൂപ്പറാണ്. ടേസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും മമ്മൂസ് ഒരെണ്ണോടത്ത് ഞാൻ രണ്ടാമത് എടുക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴും മമ്മൂസ് ചെയ്യുന്നു. പിന്നെ എങ്ങനെ തീരാണ്ടിരിക്കും. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഈ പനമ്പള്ളി നഗറിൽ ഇഷ്ടം പോലെ ഇതുപോലത്തെ കടകളുണ്ട്, വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടുന്നു. എറണാകുളത്ത് വന്നവര് ഈ പനമ്പള്ളി നഗറിൽ വന്ന് നല്ല ഫുഡൊക്കെ കിട്ടും. നല്ല ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പനമ്പള്ളി നഗറിൽ വന്നു.
പാമ്പ് ചെല്ലണം പാതാളെന്നുള്ളത് വന്ന ഇപ്പൊ ട്രെയിൻ ബ്ലോക്കും അറ്റ്ലാന്റിസിനോട് ട്രെയിൻ ബ്ലോക്ക് പെട്ട്. പാമ്പി ചെല്ലണം പാതാളം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ബ്ലോക്ക് പെട്ട് മഴയത്ത് പെട്ടിരിക്കുന്നു. അടിപൊളി. എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? എന്തൊക്കെ പഠിപ്പിച്ചേ? എന്താ പഠിപ്പിച്ച? കൊറേ പഠിപ്പിച്ചെന്ന് പറയുമ്പോ ടീച്ചർമാരൊക്കെ വന്നോ ക്ലാസ്? എന്താ ആരൊക്കെ? പൊന്നുന്റെ ക്ലാസ് ടീച്ചർ ആരാ? ആര്? റൂബി. ഹിന്ദിക്കാരാ? മലയാളിയാണോ? മലയാളിക്ക് റൂബി എന്ന് വരും. നല്ല പേര്. കുഴപ്പമില്ല കേട്ടോ. വസുവിന്റെ അറിയില്ല? ചോദിക്കണ്ടാ, ചോദിക്കണം. മാമിന്റെ പേരെന്താ? ആ ഹിന്ദിയിൽ ചോദിക്കണം. തുമ്മാര നമുക്കായ അതൊക്കെ അറിയാമോ? അപ്പോ ബതായ നാളെ ചോദിക്കണേ. നമ്മുടെ അച്ഛനോട് പറഞ്ഞോട്ടാ. അങ്ങനെ ട്രെയിൻ പോയി. ചെറിയൊരു ട്രെയിനാണ്. അടിപൊളി. ട്രെയിൻ ബ്ലോക്ക് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്കുള്ള യാത്രയിലാണ് സുഹൃത്തെ. ബൈക്കാരാണെങ്കിൽ ഒരു രക്ഷയില്ല. ബൈക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടേ വരും. നമ്മൾ ബൈക്ക് ഓടിച്ചാലും ഇങ്ങനെ കയറി പോകും കേട്ടോ. പക്ഷെ ഈ ഇതുപോലത്തെ റോഡുകളിലൊക്കെ ബൈക്കാണ് നല്ലത്. പിന്നെ റോഡൊക്കെ നല്ല കണ്ടീഷൻ ആയിട്ട് നമുക്ക് പോകാം. കട്ടറയൊന്നുമില്ല. എത്ര റോഡ് ശരിയാക്കി കഴിയുമ്പോൾ അവർ കാണാൻ ചെയ്യാൻ വരുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട് ഇങ്ങനെയാണ്. എന്താ അങ്ങനെ നല്ല കിണ്ണം ബ്ലോക്ക് ചെയ്യുന്ന ട്രെയിൻ ബ്ലോക്ക് ചെയ്യുന്ന നമുക്ക് കഴിഞ്ഞ് ബൂസൊക്കെ അടിച്ച് ഇങ്ങനെ വന്നാണ്.